നമ്മുടെ പുതിയ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത് നല്ല ജീരകം, അതായത് ചെറിയ ജീരകമൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കട്ട കെട്ടിപ്പോവാറുണ്ടല്ലേ. ചെറിയൊരു പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അത് തീരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിയിലൊക്കെ കട്ട പിടിച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെ കട്ട പിടിക്കുന്ന പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പറയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഇത് കുറച്ച് പേർക്കൊക്കെ അറിയുന്ന ടിപ്പ് തന്നെ ആയിരിക്കും. നമ്മൾ ബീഫൊക്കെ കഴുകിയ വെള്ളം, ബീഫ് മാത്രമല്ല ചിക്കനായാലും ഏത് മീറ്റായാലും അത് കഴുകിയെടുത്ത വെള്ളം നമ്മൾ സിങ്കിലൂടെ അങ്ങോട്ട് ഒഴുക്കി കളയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ കളയാതെ നമ്മുടെ കറിവേപ്പ്, അടുക്കള തോട്ടത്തിലുള്ള പച്ചക്കറികൾ ഇതിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു വളമാണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ തഴച്ച് വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ചെടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്താവില്ല, അപ്പോൾ മണ്ണിനൊക്കെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിലുള്ള പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത്, സ്റ്റീലിൻ്റെ കത്തി മൂർച്ച കൂട്ടിയെടുക്കാം. വളരെ വലിയ ഒരു ടാസ്ക് ആണല്ലേ അത്. മൂർച്ച കൂടി കിട്ടൂല. ഇരുമ്പിൻ്റെ ആണെങ്കിൽ നമുക്ക് കല്ലിലൊക്കെ ഉരച്ചു കൊടുക്കാം. എന്നാൽ സ്റ്റീലിൻ്റെ കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു മൂർച്ച ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു കല്ലിലോ ടൈലിൻ്റെ പീസിലോ ഒക്കെ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് മൂർച്ച കൂടി കിട്ടും. സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ കത്തിയൊക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ കല്ലിൽ ഉരച്ചാലും മൂർച്ച കൂടാറില്ല. അപ്പോൾ ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുത്തിട്ട് ആ ഒരു മൂർച്ചയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ 3 പ്രോഡക്റ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് മലബാരീസിൻ്റെ ഫേസ് പാക്ക് പൗഡറും ഹെയർ ഓയിലും സ്കിൻ കെയർ ഓയിലും ആണ് കേട്ടോ. ഫേസ് പാക്ക് പൗഡറും സ്കിൻ കെയർ ഓയിലും നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന കരുവാളിപ്പ്, കറുത്ത പാടുകൾ, മുഖക്കുരു, കണ്ണിനടിയിലും കഴുത്തിലും കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് ഇവയൊക്കെ മാറ്റി നമ്മുടെ ചർമ്മത്തിന് നിറം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പൗഡറും ഓയിലും ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിൽ തലയിലുണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ, താരന്, തലയിൽ ചൊറിച്ചിൽ, തലയിലുണ്ടാകുന്ന കുരുക്കൾ ഇവയൊക്കെ മാറ്റി പുതിയ മുടി കിളിർത്ത് വരാനും ഉള്ള മുടിക്ക് നീളം വെക്കാനും തലവേദന, ചെവിവേദന പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഓയിലാണ്. അതിൽ 25-ൽ കൂടുതൽ പച്ചമരുന്നുകളും 4 തരം പാലുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്ര കഴുകിയാലും അതിൻ്റെ ഒരു ബ്ലഡ് പോയി കിട്ടാൻ നല്ല പണിയാണല്ലേ. നമ്മളിപ്പോൾ ഒരു 5-6 തവണ അല്ലെങ്കിൽ ഒരു 10 തവണ കഴുകിയിട്ട് ഊറ്റി വെച്ചാലും താഴെയുള്ള വെള്ളത്തിൽ ആ ഒരു ബ്ലഡിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് ഒരു വൃത്തിയായിട്ടില്ലേ അങ്ങനെ ഒരു തോന്നലാണ്. വീണ്ടും നമ്മളങ്ങനെ കഴുകിയെടുക്കും. അതിൻ്റെ ആ ഒരു ബ്ലഡ് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. 2-3 തവണ നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടൊരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബീഫിന് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അതിൻ്റെ ബ്ലഡും ആ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വിനാഗിരിയും ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു 4-5 തവണ കഴുകി വെച്ച ബീഫാണ് കേട്ടോ. എന്നിട്ടും അതിലുള്ള ഒരു ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു 10 മിനിറ്റിന് ശേഷം കഴുകുമ്പോൾ ആ ഒരു ബീഫിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ ചോറ് വെക്കുന്ന അരിയാണെങ്കിലും പച്ചരി ആണെങ്കിലൊക്കെ ഒരുപാട് നാൾ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2-3 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി അരി ആണെങ്കിൽ അല്ലെങ്കിൽ ബസ്മതി റൈസ് ഇതുപോലുള്ള റൈസൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഗ്രാമ്പു ഇട്ട് വെച്ച് കൊടുക്കുക. പ്രാണി വരില്ല, മാത്രമല്ല നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമുക്കറിയാമല്ലോ ഗ്രാമ്പു ചേർത്തിട്ടാണ് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക. ഇതുപോലെ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അരിക്ക് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനിതവിടെ മീൻ പൊരിച്ച് വെച്ച ആ ഒരു സ്റ്റവാണ് കേട്ടോ കാണുന്നത്. നമുക്കറിയാം മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗം നല്ല രീതിയിൽ എണ്ണ തെറിച്ച് പോകും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു തുണി വെച്ചിട്ട് ഇത് വൃത്തിയാക്കി എടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ എണ്ണ തുണിയിലേക്കായിട്ട് അത് ഒരുപാട് തവണ ആ തുണി കഴുകിയെടുക്കേണ്ടി വരും. ജസ്റ്റ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിലും ആ എണ്ണ അവിടുന്ന് മുഴുവനായിട്ട് പോരൂല. ജസ്റ്റ് അവിടെ അങ്ങോട്ട് പരക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എണ്ണ അവിടെ ഇങ്ങനെ ആകെ പരന്ന് പോവുകയാണ് ചെയ്യുക. മുഴുവനായിട്ട് ആ എണ്ണ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെ ആ ഒരു എണ്ണമയൊക്കെ മുഴുവനായിട്ടും ഇന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ, ഇത് മുഖത്തിടുന്ന പൗഡറാണ് കേട്ടോ. മുമ്പ് വേറൊരു വീഡിയോയിൽ ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്ത് പൗഡറാണെന്ന്. നമ്മൾ മുഖത്തിടാൻ യൂസ് ചെയ്യുന്ന പൗഡർ. ഇതാവുമ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെല്ലും കൂടെ പോകും, അതുകൊണ്ടാണ് ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴകിയ ഗോതമ്പ് പൊടി, അരിപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, പ്രാണികൾ വന്നതോ അല്ലെങ്കിൽ കേട് വന്നതൊക്കെ, അപ്പോൾ ആ ഒരു പൊടി ഇട്ടിട്ട് ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു എണ്ണമയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോവും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് അറിയാതെ എണ്ണയൊക്കെ തറയിൽ പോയി കഴിഞ്ഞാലും സോപ്പ് ഉപയോഗിച്ചിട്ടും ഒന്നും കഴുകുന്നതിൻ്റെ പകരമായിട്ട് ഇതുപോലെ എന്തെങ്കിലും കേടുവന്ന പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു എണ്ണയൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ടാൽക്കം പൗഡർ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു എണ്ണമയൊക്കെ പോയിട്ടുണ്ട്. എണ്ണമയം പോകാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ് കേട്ടോ. ഇതുപോലെ ടിഷ്യൂ പേപ്പറും കൂടെ ആണെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പർ നമുക്കത് കളഞ്ഞാൽ മതിയല്ലോ. തുണിയാകുമ്പോൾ പിന്നീട് അത് പിന്നെയും കഴുകാൻ നിൽക്കണമല്ലോ. അപ്പോൾ ഞാനിതാ എണ്ണമയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റവ് മുഴുവനായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം, കുറച്ച് കൂടുതൽ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. നീല ഹാർപ്പിക്ക് എടുക്കണം കേട്ടോ. ചൂടുവെള്ളം എടുക്കാനും ശ്രദ്ധിക്കുക. തിളച്ച വെള്ളമൊന്നും വേണ്ട, കൈ ഇങ്ങനെ വിരൽ മുക്കി വെക്കുമ്പോൾ ജസ്റ്റ് ഒരു ചൂട് അത്രമാത്രം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ബർണർ, ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം ബർണറിലൊക്കെ എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗവ് കത്താൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ തീ കുറഞ്ഞു വരും, അതുപോലെ തന്നെ ഗ്യാസും വളരെ നഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഹോൾസൊക്കെ പെട്ടെന്ന് തന്നെ തുറന്ന് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഇതിൽ തന്നെ ഇട്ട് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കപ്പ് എടുത്തത് കേട്ടോ. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാം. ഇനി നമ്മൾ ആ ഒരു സ്റ്റൗവ് ക്ലീൻ ചെയ്തെടുക്കുന്നതും ഇതുപോലൊരു ലിക്വിഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വിനാഗിരി കൂടെ ചേർക്കുമ്പോൾ ഇതിൻ്റെ പവർ ഒന്നുകൂടെ ഇരട്ടിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടാതെ തന്നെ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റവ് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാൻ പോണത്. നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ സ്റ്റവ് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇതൊക്കെ സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഉരച്ച് കഴുകുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ അധികം ഉരച്ച് കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ ഒരു ലിക്വിഡിൽ ഇത് മുക്കിയിട്ട് നമ്മൾ സ്റ്റൗവിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അധികം റിസ്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കറയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കളഞ്ഞെടുക്കാം. കുറച്ച് സമയം ഇത് ഈ ഒരു ലിക്വിഡ് ഇവിടെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല പോലെ ഇതൊന്ന് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ, അധികം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ സ്ക്രാച്ച് വീഴുന്നത് പോലെ ഉരച്ച് കഴുകൊന്നും ചെയ്യാതെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് റിമൂവായി പോകും കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെയുള്ള കറകളൊക്കെ കളയണമെങ്കിൽ നല്ല റിസ്ക്കാണ്. കുറേ സമയം എടുത്തിട്ട് ഉരക്കണം. നല്ല കറയുള്ള ഭാഗത്തേക്ക് കുറച്ചും കൂടെ ഹാർപ്പിക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ വെള്ളം വെച്ചിട്ട് കഴുകി നല്ല വെള്ളത്തോടു കൂടി തുടച്ചെടുക്കണം കേട്ടോ. ഹാർപ്പിക്കിൻ്റെ അംശമൊക്കെ നമ്മുടെ സ്റ്റൗവിൽ നിന്ന് നല്ലപോലെ റിമൂവ് ചെയ്യണം. അതവിടെ തന്നെ ഇരിക്കുന്നത് സ്റ്റൗവിന് നല്ലതല്ല കേട്ടോ. അത് ഏത് ലിക്വിഡ് ആണെങ്കിലും, ഇനിയിപ്പോൾ സോപ്പ് ലിക്വിഡ് വെച്ചിട്ട് മാത്രം നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്ത ഭാഗത്തുനിന്ന് തുടച്ച് കളയണം കേട്ടോ. ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഇതാ നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ ബർണർ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഉരച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഹോൾസൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾസിലുള്ള അഴുക്കൊക്കെ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തുടച്ചിട്ട് അതും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ സ്റ്റവ് വെട്ടി തിളങ്ങുന്ന പോലെ നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടല്ലോ, അത്രയും അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഈ ഒരു ലിക്വിഡ്. ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്